നമ്മളെ ചലഞ്ച് ഇപ്പോൾ ഏകദേശം ഒരു 147 ദിവസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ദിവസം നമ്മൾ വീഡിയോസും ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 1 വീക്ക് 2 വീക്കായിട്ട് വീഡിയോസൊന്നും ചെയ്തിട്ടില്ല. സോ നമ്മളെ ചലഞ്ചിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും തരാനാണ് ഈ ഒരു വീഡിയോ. സോ മൈ നെയിം ഈസ് മുബഷീർ. വെൽക്കം ടു മുബു മെട്രിക്സ്. സോ ഒരു വീക്കായിട്ട് വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് തിരക്കിലായിരുന്നു. ഞാൻ എൻട്രി എടുത്തതും കാര്യങ്ങളൊക്കെ അധികം മൊബൈലിൽ കൂടെയാണ് എൻട്രി എടുത്തത്, PC ഇല്ലായിരുന്നു. കാരണം വേറെ ഒരു 2-3 ബിസിനസ് ആവശ്യങ്ങളായിട്ട് തിരക്കുകളൊക്കെ ആയിട്ട് വീഡിയോസ് റെക്കോർഡ് ചെയ്യാനും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. പക്ഷേ ഞാൻ എൻട്രീസ് എടുത്തിരുന്നു. പക്ഷേ മൊബൈൽസിലാണ് എൻട്രീസും കാര്യങ്ങളൊക്കെ എടുത്തത്. നമ്മൾ സെറ്റപ്പ് വന്നപ്പോൾ എല്ലാ ദിവസവും ഓരോ എൻട്രീസ് വെച്ചിട്ടാണ് അധികം എടുത്തത്. അതിൽ മിക്കവാറും ദിവസങ്ങളിൽ SLU ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ മന്ത്ലി എക്സ്പയറിയും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ വീക്കും അതിൻ്റെ മുന്നത്തെ വീക്കും ആയിട്ട്. മാർക്കറ്റിൽ ഓൾറെഡി ഓപ്ഷൻ ബൈ ചെയ്യണവർക്ക് അറിയാം മാർക്കറ്റിൻ്റെ ഭയങ്കര ഒരു മോശമൊരവസ്ഥയാണ്. കാരണം മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് പോവുക, പ്രീമിയം ഡീക്ക് ആയിക്കൊണ്ടിരിക്കുക. കറക്റ്റ് ഒരു ഓപ്ഷൻ ബയ്യേഴ്സിന് ഒരു സ്യൂട്ടബിൾ അല്ലാത്ത മാർക്കറ്റായിരുന്നു കഴിഞ്ഞൊരു വീക്കും അതിൻ്റെ മുന്നത്തെ ഒരു വീക്കും. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കാരണം ഞാനൊക്കെ എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് ഒരേ ഏരിയയിൽ തന്നെ നിന്നിട്ടും എൻ്റെ SL എടുത്ത് പോയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാത്തത് കൊണ്ട് ഞാൻ ട്രേഡ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. പക്ഷേ നമ്മളെ ചലഞ്ചിൻ്റെ അവസ്ഥ ഇപ്പം എന്തായി, ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് ഒരു എക്സ്പ്ലനേഷന് മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾക്ക് ഏകദേശം നമ്മൾ എക്സലിൽ പോയി നോക്കാം നമുക്ക്. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോ ചെയ്തത് 138ാമത്തെ ദിവസമായിരുന്നു. നമ്മൾ ഏകദേശം 6000 സംതിങ്ങോളം പ്രോഫിറ്റിലായിരുന്നു നിൽക്കുന്നത്. പിന്നെ നമ്മൾ 139ാമത്തെ ദിവസത്തിൽ നമുക്ക് 2 ട്രേഡ്സാണ് വന്നത്. അതിൽ നമുക്ക് 2 SL ഹിറ്റായി. സോ അത് നമ്മൾ ലോസ് ബുക്ക് ചെയ്ത് 2576 രൂപയോളം ചാർജസ് അടക്കം വന്നു. പിന്നെ 140 നമ്മൾക്ക് ഒരു ട്രേഡാണ് വന്നത്, അതും SL ഹിറ്റ് ചെയ്യുന്നത്. 141 SL തന്നെ ആയിരുന്നു. 142 നമുക്ക് 2 ട്രേഡ് വന്നു. ഒന്ന് SL ഹിറ്റായി, ഒന്ന് മാർക്കറ്റ് ക്ലോസ് ആവുന്നതിൻ്റെ മുന്നേ നമ്മൾ എക്സിറ്റ് ആവുകയും ചെയ്ത്. സോ അതാണ് നമ്മൾ ചെറിയൊരു ലോസിലാണ് അതിൽ എക്സിറ്റ് ആയത്. അപ്പോൾ 2000 ചാർജസ് അടക്കം അതിലൊരു ലോസ് നോക്കുക. ലാസ്റ്റ് നമുക്ക് ഒരു 145 മാത്രമാണ് നമുക്കൊരു പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. ഒരു ട്രേഡ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷെ അന്ന് നമുക്ക് പ്രോഫിറ്റിൽ ഇറങ്ങാൻ കഴിഞ്ഞ്. അതുകൊണ്ട് ഏകദേശം ഒരു 2-3 ട്രേഡിൻ്റെ ലോസ് നമുക്ക് ആ ഒരു ട്രേഡ് കൊണ്ട് കൂടെ റിക്കവർ ആയും ചെയ്തിരുന്നു. പിന്നെ നമുക്ക് 146ാമത്തെ ദിവസം നമുക്ക് ഒരു ട്രേഡ് ഉണ്ടായിരുന്നു, അത് SL. പക്ഷേ ഇന്നലെയെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 1 ഫ്രൈഡേ നമുക്ക് ട്രേഡ്സ് ഒന്നും ഇല്ലായിരുന്നു. കാരണം നമുക്ക് ട്രേഡ്സ് ഒന്നും വന്നില്ല, അതുകൊണ്ട് നമ്മൾ എടുത്തുകയും ചെയ്തില്ല. അപ്പോൾ നമ്മൾ 147 ചെയ്യുമ്പോൾ ഒരു 1323 രൂപ ചാർജസ് അടക്കം നെറ്റ് ലോസിലാണ് നിൽക്കുന്നത്. നമ്മൾ ചലഞ്ച് ഏകദേശം ഒരു ലൂപ്പുമായിരിക്കും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായിട്ട്. കാരണം പ്രോഫിറ്റ് കയറും, വീണ്ടും നമ്മൾ ബ്രേക്ക് വെള്ളം വരും, വീണ്ടും പ്രോഫിറ്റ് കയറും, വീണ്ടും ബ്രേക്ക് വെള്ളം വരും. പക്ഷേ സ്റ്റിൽ നമ്മൾക്കൊരു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഒരിക്കലും നമ്മളുടെ അടുത്തുള്ള ക്യാപിറ്റൽ ലോസ് ആവണില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് നല്ല രീതിയിലുണ്ട്. ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടാവും ചിലപ്പോൾ നമ്മളെ സിസ്റ്റത്തിൽ. സോ നമ്മൾ ഒരേ സിസ്റ്റമാണ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് നമ്മളിങ്ങനെ പോളിഷ് ചെയ്ത് കൊണ്ടുവരും ചെയ്യുന്നുണ്ട്. സോ എന്തെങ്കിലും കുറച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ചിലപ്പോൾ ഒന്നും കൂടി അപ്ഡേറ്റ് ആയി കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ഏതായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. എനിക്കിതിപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നവർക്കൊക്കെ ചിലപ്പോൾ ഭയങ്കര ഒരു ഇതായിട്ട് തോന്നുന്നുണ്ടാവും. 140 എത്തിയിട്ടും നമ്മൾ സ്റ്റിൽ ബ്രേക്ക് ഈവൻ എന്നുള്ളൊരു ലെവലിലാണ് നിൽക്കുന്നത് നല്ലത്. കാരണം ശരിയാണ്, നമ്മൾ എന്താ പറയുക, നമ്മളെ സിസ്റ്റം ഒന്നും കൂടി ഡെവലപ്പ് ആവാണ്ട്, അതുകൊണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ നമ്മൾ ലെക്കാണ്. കാരണം സെബിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് റിപ്പോർട്ടൊക്കെ കാരണം 91% മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ള ലെവലിലാണെങ്കിൽ ശരിക്കും നമ്മൾ ട്രേഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ട്രേഡിംഗ് അക്കൗണ്ടിൽ ഫണ്ട് ഇട്ടുകൊണ്ട് ട്രേഡ് ഒന്നും എടുക്കാതിരുന്നാലും നമ്മൾ ട്രേഡറാണ്. കാരണം 100 ആൾക്കാർ ട്രേഡ് എടുത്തിട്ട് 91 ആൾക്കാർ നഷ്ടം ഉണ്ടാക്കണം. 9 ആൾക്കാരിൽ നമ്മൾ അതിൽ 9 ആൾ പെട്ട്, നഷ്ടമില്ലാത്ത ആളിൽ പെട്ടെന്നുള്ള ലെവലിൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര ലെക്കാണ്. കാരണം സ്റ്റിൽ നമ്മളെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. സ്റ്റിൽ നമുക്ക് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഒരുപാട് ലോസസും പ്രോഫിറ്റ്സും കുറേ കഴിഞ്ഞിട്ടും നമ്മൾ സ്റ്റിൽ ബ്രേക്ക് ഈവൻ എന്നുള്ള ഒരു 1000 റുപ്പീസ് സ്റ്റിൽ ലോസിൽ എന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 29,000 ചാർജസ് വന്നിട്ട്. സോ ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ എത്തിയിട്ടില്ല. കാരണം ശരിയാണ്, ഡേയ്സ് ഒരുപാട് അയക്കണം. പക്ഷേ ഞാൻ ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു ലെവലിൽ എന്ന് വെച്ചാൽ നമ്മൾ ക്യാപിറ്റലിൻ്റെ ഒരു 50% വൈപ്പ് ഔട്ട് ആയാൽ നമുക്ക് ഈ ചലഞ്ച് ഡ്രോപ്പ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലാണ് ഇതുവരെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒന്നും എത്തിയിട്ടില്ല, അങ്ങനത്തെ ഒരു സിനാരിയോ ഒന്നും വന്നിട്ടില്ല. സോ ഏതായാലും മുന്നോട്ട് പോയി നോക്കാം. മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ നോക്കാം. കയ്യും തോന്നുന്നില്ല, കാരണം ഒരുപാട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മാക്സിമം ചിലപ്പം ഇനി ഇവിടുന്ന് കണ്ട് മേ ബി വീക്ക്ലി അപ്ഡേറ്റ്സ് ആവും അധികം വരിക നമ്മുടെ ചലഞ്ചിൻ്റെ. അതിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ട്രേഡിൻ്റെ സ്ക്രീൻഷോട്ട്സും കൂടി ആഡ് ചെയ്യാൻ നോക്കാം. ഇതേമാതിരിക്കുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മളെടുത്ത ട്രേഡിൻ്റെ ഓരോ ദിവസത്തെ ട്രേഡ്സിൻ്റെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട്സും കൂടി ആഡ് ചെയ്യാൻ നോക്കാം. സോ എല്ലാവരും മാരിക്കുന്ന ഞാനും ഒരു ഡെവലപ്മെൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രേഡറാണ്. സോ ലെവലാവുമെന്ന് വിചാരിക്കുക. ഒരു ലോങ് ജേണി ആണല്ലോ ട്രേഡിംഗ് എന്ന് പറഞ്ഞത്.
പിന്നെ ഞാൻ ഫോറക്സിൽ ഒരു ഫണ്ട് അക്കൗണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിരിക്കുന്നു, ഒരു 5K അത് phase 1 പാസ്സായിട്ടില്ല, കഴിഞ്ഞ വീക്ക് എടുത്തിട്ടുള്ളൂ. അതും എന്താവും നോക്കാം നമുക്ക്. അതിൽ ഒരു 2% ഡ്രോഡൗണിലാണ്, അതുകൊണ്ട് മുന്നോട്ട് പോയി നോക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് മുതൽ അത് പാസ്സായോ ഇല്ലേ എന്നുള്ള അപ്ഡേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ മുതൽ നോക്കാം നമുക്ക്. സോ ഈ ചലഞ്ച് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടതൊന്ന് ലൈക്ക് ചെയ്യുക. സോ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ. ബൈ.